അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകളെയും മനുഷ്യരെയും പോലെ അള്ളാഹുവിന് മലക്കുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം സൃഷ്ടികളുണ്ട്. മലക്കുകളിലും യഥാവിധി വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥരാണ്. സത്യവിശ്വാസത്തിൻ്റെ രണ്ടാം ഭാഗമാണത്. മനുഷ്യർ ദൃശ്യജീവികളാണെങ്കിൽ ജിന്നുകളും മലക്കുകളും അദൃശ്യജീവികളാണ്. നമുക്കവരെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുകയില്ല. ബുദ്ധിശക്തിയുണ്ട് എന്ന കാര്യത്തിൽ മനുഷ്യരും ജിന്നുകളും മലക്കുകളും തുല്യരാണ്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഈ മൂന്ന് വിഭാഗങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. മനുഷ്യർ മണ്ണുകൊണ്ടും ജിന്നുകൾ തീ കൊണ്ടും മലക്കുകൾ പ്രകാശം കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർക്കും ജിന്നുകൾക്കും ബുദ്ധിശക്തിയോടൊപ്പം പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട്. സത്യമാർഗം സ്വീകരിക്കാനും അസത്യത്തിൻ്റെ മാർഗം പുണരാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ധിക്കരിക്കാനും അവർക്ക് കഴിയും. എന്നാൽ മലക്കുകളുടെ സ്ഥിതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കാനല്ലാതെ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക, ഇങ്ങനെ പോകുന്നു അവരുടെ പ്രവൃത്തി. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് മലക്കുകൾ. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. ഭക്ഷണം കഴിക്കുക, മലമൂത്ര വിസർജനം നടത്തുക, സന്താനോൽപാദനം നടത്തുക തുടങ്ങിയ പ്രവണതകളൊന്നും അവർക്കില്ല. മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള മലക്കുകളുടെ വാസസ്ഥലം ആകാശലോകമാകുന്നു. എങ്കിലും പല കാര്യങ്ങൾക്കും വേണ്ടി അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സത്യവിശ്വാസികളുടെ സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യും. മലക്കുകൾ പല വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗത്തെയും ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നു. അർശിനെ വഹിക്കുന്നവർ, അർശിനെ ചുറ്റുന്നവർ, എഴുതി രേഖപ്പെടുത്തി വെക്കുന്നവർ, ജനങ്ങൾക്കും മറ്റും സംരക്ഷണം നൽകുന്നവർ, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 10 മലക്കുകളുടെ പേരറിയൽ നമുക്ക് നിർബന്ധമാണ്. 1. ജിബ്രീൽ അലൈഹിസ്സലാം. നബിമാർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയവരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. 2. മീകായിൽ അലൈഹിസ്സലാം. ഭക്ഷണം, വെള്ളം, മഴ, ഇടി, മിന്നൽ, കാറ്റ് തുടങ്ങിയ ചുമതലകൾ മീകായിൽ അലൈഹിസ്സലാമിൻ്റേതാണ്. 3. ഇസ്രാഫീൽ അലൈഹിസ്സലാം. അന്ത്യനാളിൽ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 4. അസ്രായിൽ അലൈഹിസ്സലാം. സർവ്വജീവികളുടെയും ആത്മാവിനെ പിടിക്കുകയെന്ന ചുമതലയാണ് അസ്രായിൽ അലൈഹിസ്സലാമിൻ്റേത്. 5. മുൻകർ. 6. നക്കീർ. ഇവർ രണ്ടുപേരും ഖബറുകളിൽ വെച്ച് ചോദ്യം ചെയ്യുകയും രക്ഷാശിക്ഷകൾ നൽകുകയും ചെയ്യുന്നു. 7. റഖീബ് അലൈഹിസ്സലാം. 8. അതീത് അലൈഹിസ്സലാം. മനുഷ്യരുടെ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകളാണ് റഖീബും അതീത്തും. ഇവരെ കിറാമുൽ കാത്തിബീൻ എന്ന് വിളിക്കുന്നു. 9. മാലിക് അലൈഹിസ്സലാം. നരകത്തിൻ്റെ മേൽനോട്ടം മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതലയാകുന്നു. 10. റിൽവാൻ അലൈഹിസ്സലാം. സ്വർഗത്തിൻ്റെ മേൽനോട്ടമാണ് റിൽവാൻ അലൈഹിസ്സലാമിനുള്ളത്. ഇത്രയുമാണ് 10 മലക്കുകളും അവരുടെ ചുമതലകളും.